ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വയോജനങ്ങൾ വേണ്ടത് കരുതലും പിന്തുണയും. പ്രായമെന്നത് മനസ്സിന്റെ ഒരു അവസ്ഥ മാത്രമാണ്. നിങ്ങളത് കാര്യമാക്കുന്നില്ലെങ്കിൽ അതിലൊരു കാര്യവുമില്ല. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ട്വൈൻ എഴുതിയ വരികളാണിവ. ഒരു കാലത്ത് നമ്മുടെ നാടിനെയും വീടിനെയും വിയർപ്പും അധ്വാനവും കൊണ്ട് നയിച്ചവരാണ് ഇന്നത്തെ വയോജനങ്ങൾ. വാർദ്ധക്യം എന്നത് ജീവിതത്തിന്റെ ഒരു സ്വാഭാവിക ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും അർഹമായ കരുതലും ആദരവും നിയമപരമായ പരിരക്ഷയും ഉറപ്പാക്കാനും ഉത്തരവാദിത്വപൂർവ്വം ഗവൺമെന്റും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി കേരള സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്നു. 60 വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാനും അവരുടെ ഉൽപാദനക്ഷമതയും മികവും സമൂഹത്തിന് പ്രയോജനപ്പെടുത്താനുമാണ് കമ്മീഷൻ രൂപീകരിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന വയോജന കമ്മീഷൻ അധ്യക്ഷൻ ശ്രീ സോമപ്രസാദ്. 60 വയസ്സ് ഇന്നത്തെ കാലത്ത് യഥാർത്ഥത്തിൽ എല്ലാ ജോലിയിൽ നിന്നും വിടുതൽ വാങ്ങി വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ഒരു പ്രായമല്ല. മറിച്ച് 60 മുതൽ 70-75 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ശാരീരിക ക്ഷമതയുള്ള, മാനസിക ക്ഷമതയുള്ള ആളുകളാണ് ഇന്ന് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും വിട്ടറിയേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ സർവീസ്, സേവനം എങ്ങനെ സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്നത് വളരെ ഗൗരവത്തോടുകൂടി ഗവൺമെന്റും തദ്ദേശഭരണ സ്ഥാപനങ്ങളും സമൂഹവും കാണേണ്ട ഒരു പ്രശ്നമാണ് എന്നുള്ള കാര്യം ഇന്നലെ ചർച്ചയിൽ ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ അതിന് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ സ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഒരു സ്കിൽ ബാങ്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഇപ്പൊ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പകൽ വീട് പദ്ധതി, അത്തരം പദ്ധതികളെല്ലാം ഫലപ്രദമായി നടപ്പാക്കാനും പകൽ വീട് പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പണിതിട്ടിരിക്കുന്ന പല കെട്ടിടങ്ങളും ആ ആവശ്യത്തിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിച്ച് പകൽ വീട് തന്നെ നന്നായി നടത്തുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നതിനൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉയർന്നു വന്നൊരു കാര്യമാണ് നമ്മുടെ പ്രായമായിട്ടുള്ള രക്ഷകർത്താക്കളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പല ആളുകൾക്ക് മറ്റു ചില സാങ്കേതിക കാരണങ്ങളാൽ പലപ്പോഴും അതിന് കഴിയാറില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചൊരു പീരീഡിലേക്ക് ചിലപ്പോൾ കഴിയാറില്ല. ഇപ്പൊ പ്രായമുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളിൽ താമസിക്കുമ്പോൾ അവരെ വളരെ നല്ല നിലയിൽ തന്നെ സംരക്ഷിക്കുന്നവരാണ്. പക്ഷെ ആ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് എന്തെങ്കിലും കുടുംബപരമായ കാര്യത്തിനോ 3-4 ദിവസക്കാലം സ്വന്തം വീട്ടിൽ നിന്ന് മാറിയിരിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രായമായിട്ടുള്ള ആളുകളെ താൽക്കാലികമായി 2, 3, 4, 5 ദിവസക്കാലത്തേക്ക് വീട്ടിലൂടെ താമസിപ്പിക്കുന്നത് ഷോർട്ട് സ്റ്റേ, അത്തരം പദ്ധതികൾ നന്നായിരിക്കും എന്ന ഉയർന്നു വന്നിട്ടുണ്ട്. വയോജനങ്ങൾക്കായി നിരവധി പദ്ധതികൾ ഗവൺമെന്റ് നടപ്പാക്കി വരുന്നുണ്ട്. ശാരീരികവും സാമ്പത്തികവുമായ കരുത്തു നൽകാൻ ഈ പദ്ധതികൾ ഏറെ സഹായിക്കുന്നു. സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതിയാണ് സായം പ്രഭ. വയോജനങ്ങൾക്കായി പകൽ വീടുകൾ ഒരുക്കി അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താനും പകൽ സമയം സന്തോഷത്തോടെ ചെലവഴിക്കാനും സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണിത്. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ആരോഗ്യ പരിശോധനയും മരുന്നുകളും മൊബൈൽ ക്ലിനിക്കുകൾ വഴി വീട്ടുപടിക്കലെത്തിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് വയോമിത്ര. നിർധനരായ വയോജനങ്ങൾക്ക് കൃത്രിമ പല്ലുകൾ വെച്ചുപിടിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന മന്ദഹാസം, പ്രമേഹബാധിതരായ മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന വയോമധുരം എന്നിവ സാമൂഹ്യനീതി വകുപ്പിന്റെ ചില സുപ്രധാന പദ്ധതികളാണ്. നമ്മുടെ രാജ്യത്ത് മുതിർന്ന പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ വയോജന നിയമം നിലവിലുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. മക്കളല്ലെങ്കിൽ നിയമപരമായ അവകാശികൾ മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഈ നിയമം വ്യക്തമാക്കുന്നു. അവർക്ക് കൃത്യമായ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ചികിത്സയും നൽകണം. ഇത് ലംഘിക്കപ്പെട്ടാൽ RDO തലത്തിലുള്ള മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് പരാതി നൽകാനും
പ്രതിമാസ ജീവനാംശം ഈടാക്കാനും വയോജനങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ട്. വയോജനങ്ങൾക്കായി ദേശീയതലത്തിൽ പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകളും നിലവിലുണ്ട്. 14567 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വയോജനങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. വയോജനങ്ങൾക്കുള്ള നിയമങ്ങളെക്കുറിച്ച് അഭിഭാഷകയായ ഗീതു പ്രകാശ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം നിലവിൽ വന്നത് 2007 അനുബന്ധ ചട്ടങ്ങൾ നിലവിൽ വന്നത് 2009 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും സ്വയം പരിപാലിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികളിൽ നിന്നോ നിയമപരമായ അവകാശികളിൽ നിന്നോ പ്രതിമാസ പരിപാലന വേതനത്തിനായി അപേക്ഷിക്കാൻ അവകാശമുണ്ട്. മുതിർന്ന പൗരന് അടിസ്ഥാന സൗകര്യങ്ങളും പരിചരണവും നൽകുമെന്ന വ്യവസ്ഥയിൽ സ്വത്ത് കൈമാറ്റം ചെയ്യുകയും പിന്നീട് അവഗണിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്താൽ വഞ്ചനയിലൂടെയോ നിർബന്ധത്തിലൂടെയോ സ്വത്ത് കൈമാറ്റം നടത്തിയതായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന് സ്വത്ത് കൈമാറ്റം അസാധുവാക്കാൻ കഴിയും. മുതിർന്ന പൗരനെ ഉപേക്ഷിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. 3 മാസം വരെ തടവോ 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാൻ സാധ്യതയുള്ളതായി നിയമത്തിൽ പറയുന്നു. അപേക്ഷ നൽകി 90 ദിവസത്തിനുള്ളിൽ ചിലവ് കുറഞ്ഞതും വേഗത്തിലുള്ളതുമായ പരിഹാരം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾ സബ് ഡിവിഷണൽ മെയിൻ്റനൻസ് ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വയോജന സംരക്ഷണ നിയമം നടപ്പാക്കുന്നതിന് മെയിൻ്റനൻസ് ട്രൈബ്യൂണലുകളായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് റവന്യൂ ഡിവിഷണൽ ഓഫീസർമാരെയാണ്. ഒരു ഹർജി ഫയൽ ചെയ്യുന്നതിന് സഹായം ആവശ്യമുണ്ടെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ നിയമ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെയോ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയെയോ ബന്ധപ്പെടാം. വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കണം. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ കാഴ്ചക്കുറവ്, കേൾവി തകരാർ, സന്ധി തേയ്മാനം, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങി ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമാണ്. ശാരീരിക പ്രശ്നങ്ങൾ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നു അവരുടെ മാനസികാരോഗ്യവും. പല വീടുകളിലും പ്രായമായവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശാപം ഒറ്റപ്പെടലാണ്. മക്കളും കൊച്ചുമക്കളും തങ്ങളുടെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ അവഗണിക്കപ്പെടുന്നു എന്ന ചിന്ത പ്രായമായവരിൽ വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇത് വിഷാദരോഗത്തിലേക്ക് വരെ നയിച്ചേക്കാം. വയോജനങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ ജെറിയാട്രിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ദിവ്യമോൾ കെ ശശിധരൻ. സാധാരണയായി 60 വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ളവരെയാണ് നമ്മൾ ഇന്ത്യയിൽ സീനിയർ സിറ്റിസൺസ് ആയി കണക്കാക്കുന്നത്. എന്നാൽ ജെറിയാട്രിക്സ് നമ്മൾ പ്രായം മാത്രം നോക്കിയല്ല ആ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയും പ്രവർത്തനശേഷിയും, അതായത് അവരുടെ ഫങ്ഷണൽ സ്റ്റാറ്റസ് കൂടി നോക്കിയാണ് വിലയിരുത്തുന്നത്. കാരണം ചില 80 വയസ്സുള്ളവർ വളരെ സജീവമായിരിക്കും. അതേസമയം ചില 65 വയസ്സുള്ളവർ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും കിടപ്പ് രോഗികളും ആയേക്കാം. അതുകൊണ്ട് തന്നെ ജെറിയാട്രിക്സ് എന്ന് വെച്ചാൽ പ്രായമായവരുടെ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഒരു വിഭാഗം മാത്രമല്ല. പ്രായം കൂടുന്നതിനൊപ്പം ഉണ്ടാകുന്ന ശാരീരിക, മാനസിക, സാമൂഹിക മാറ്റങ്ങൾ മനസ്സിലാക്കി അവരുടെ ആരോഗ്യം, സ്വാതന്ത്ര്യം, ജീവിത നിലവാരം എന്നിവ പരമാവധി നിലനിർത്താൻ സഹായിക്കുന്ന ചികിത്സാ രീതിയാണ് ജെറിയാട്രിക്സ്. വയോജനങ്ങൾ സാധാരണയായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുമ്പം ഒന്നാമതായി മൾട്ടി മോർബിഡിറ്റിയാണ്. മൾട്ടി മോർബിഡിറ്റി എന്ന് പറയുമ്പം ഒരേ സമയം ഷുഗർ, പ്രഷർ, ഹൃദ്രോഗം, വാദം, ശ്വാസകോശ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ ഇവയെല്ലാം കൂടി ഒരേ സമയം പലപ്പോഴും ഒരേ വ്യക്തിക്ക് തന്നെ ഉണ്ടാകാം. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഒരു ഓർഗനെ അഫക്റ്റ് ചെയ്യുന്നതിന് പകരം ഈ എല്ലാ ഓർഗൻസിന്റെ പ്രശ്നങ്ങളും ചിലപ്പോൾ അത് മോശമാക്കിയേക്കാം. അപ്പൊ ആ ഒരു കോംപ്ലക്സ് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് വയോജനങ്ങൾ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോളിഫാർമസിയാണ്. അതായത് ഒന്നിലധികം മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നത്. അപ്പം ഈ ഒന്നിലധികം മരുന്നുകൾ കഴിക്കുമ്പം ഇതിലൂടെ സൈഡ് ഇഫക്ട്സ് ഉള്ള മരുന്നുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒക്കെ ഉള്ള സാധ്യതകൾ കൂടും. ആവശ്യമുള്ള മരുന്നുകൾ മാത്രം കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രായം കൂടുന്നതിനനുസരിച്ച്. മൂന്നാമത്തെ പ്രശ്നം വീഴ്ചകൾ. പ്രായം കൂടുമ്പോൾ പേശികളുടെ ബലം കുറയുകയും ബാലൻസ് കുറയുകയും ചെയ്തതിനാൽ വീഴാനുള്ള സാധ്യത കൂടുന്നു. ഒരു ചെറിയ വീഴ്ച പോലും വലിയ അസ്ഥിയൊടിവിലേക്കും കിടപ്പിലാകുന്ന അവസ്ഥയിലേക്കും നയിച്ചേക്കാം. നാലാമതായി മെമ്മറി പ്രോബ്ലംസ്. എല്ലാവർക്കും ഒരു ചെറിയ മറവി ഒക്കെ ഉണ്ടാകാം, എനിക്കും ഉണ്ട്. പക്ഷേ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഓർമ്മക്കുറവ്, അതിനെയാണ് നമ്മൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ
പെട്ടെന്നുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമാണെങ്കിൽ ഡിലീറിയം എന്നൊക്കെ വിളിക്കുന്നത്. പലപ്പോഴും ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പത്തിന്, അതായത് ഡിലീറിയത്തിന് ഡിമെൻഷ്യ ആയിട്ട് വിളിക്കുകയും അതിനനുസരിച്ചുള്ള രീതിയിൽ ചികിത്സ വരികയും ഒക്കെ നടക്കാറുണ്ട്. ഡിലീറിയം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഏതൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ പോലും പ്രായമായവരിൽ വന്ന് ഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. അത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അവസ്ഥയാണ്. ഡിമെൻഷ്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത് അതുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഇന്ന് കുറെ അവൈലബിൾ ആണ്. ജസ്റ്റ് അത് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 5ാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രെയിൽ, അതായത് ശരീരബലം കുറയുക, ക്ഷീണം വരിക, ഭാരം കുറയുക, നടക്കുന്നതിൻ്റെ സ്പീഡ് കുറയുക, ചെറിയ അസുഖം പോലും ഗുരുതരമാകുന്ന അവസ്ഥ. ഇതിനെയാണ് ഫ്രെയിൽറ്റി എന്ന് പറയുന്നത്. ഇതും പ്രായമായവരിൽ കാണുന്ന ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ വാർദ്ധക്യകാലത്ത് അവർക്ക് വേണ്ടത് പണമോ ആഡംബരമോ അല്ല, മറിച്ച് കുറച്ചു സമയം അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ, പഴയകാല ഓർമ്മകൾ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നതാണ്. പ്രായമായവർക്ക് നൽകുന്ന മികച്ച മാനസിക പിന്തുണ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും. പ്രധാന അധ്യാപികയായി വിരമിച്ച ശ്രീമതി ഏലിയാമ്മ വർഗീസ്. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് അവർ നേരിടുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളും ഏറെയാണ്. രോഗബാധിതർ, ഓർമ്മ മങ്ങിയവർ, ഒറ്റപ്പെട്ടു പോകുന്നവർ, ഇവർക്കൊക്കെ കൂടുതലും വേണ്ടത് പൂർണ്ണമായ മാനസിക പിന്തുണയാണ്. പ്രശ്നങ്ങൾ വെളിവാക്കാനാകാത്ത ഇവരുടെ നൊമ്പരം കുടുംബാംഗങ്ങളും സമൂഹവും തിരിച്ചറിഞ്ഞ് വേണ്ട പിന്തുണ നൽകുകയാണ് വേണ്ടത്. കൂട്ടുകുടുംബങ്ങൾ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രായമായവരെ പരിഗണിക്കാൻ പുതുതലമുറയും ഒട്ടും തയ്യാറാവുന്നില്ല പലയിടത്തും. കൊച്ചുമക്കളുടെ സാന്നിധ്യവും സഹകരണവും വൃദ്ധജനങ്ങൾക്കുണ്ടാക്കുന്ന ഉന്മേഷം പ്രകടമാക്കുന്നില്ലെങ്കിൽ പോലും വ്യക്തമാണ്. തിരക്കാണ് എല്ലാവർക്കും. എങ്കിലും സമയം കണ്ടെത്തി അവരോടൊപ്പം ചെറിയ ചെറിയ കളികളിലേർപ്പെടുക, പുസ്തകം വായിച്ചു കൊടുക്കുക, കൈപിടിച്ചു നടത്തുക, മുടി ചീകുക, നഖം വെട്ടുക, പാട്ടുപാടി കളിപ്പിക്കുക തുടങ്ങിയവ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം മാനസികോല്ലാസം നൽകും. അതുവഴി ശാരീരിക ക്ഷമതയും വർദ്ധിക്കും. എല്ലാ കുടുംബങ്ങളിൽ നിന്നും നമുക്കിത് പ്രതീക്ഷിക്കാനാവില്ല. മുതിർന്നവരോട് സ്നേഹപൂർവ്വം പെരുമാറാനും കരുതലോടെ ഇടപെടാനും മറ്റും സ്കൂളുകളിൽ കൗൺസിലിംഗ് നടത്തേണ്ടതിൻ്റെ അനിവാര്യത വർദ്ധിച്ചു വരുന്നു. മുതിർന്നവരുടെ കൂട്ടായ്മകൾ കാര്യക്ഷമമാകണം. ഇതിന് സാമൂഹിക ഇടപെടലുകൾ സജീവമാകണം. ഈ ഘട്ടത്തിലാണ് സീനിയർ സിറ്റിസൺസ് ഫോറം പോലുള്ള സംഘടനകളുടെ ഇടപെടലുകൾ പ്രസക്തമാവുന്നത്. ഒരേ പ്രായത്തിലുള്ള വ്യക്തികൾ ഒരുമിച്ച് കൂടുകയും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ആ ഒറ്റപ്പെടൽ മാറിക്കിട്ടുന്നു. കേരള സംസ്ഥാന സീനിയർ സിറ്റിസൺസ് ഫോറം ജനറൽ സെക്രട്ടറി ശ്രീ പി കുമാരൻ. 30 വർഷം മുന്നേ ഗ്രാമീണ മേഖലയിലെയും സാധാരണക്കാരായ വൃദ്ധജനങ്ങളെ ചേർത്തുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ രൂപീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വയോജന സംഘടനയാണ് കേരള സീനിയർ സിറ്റിസൺസ് ഫോറം. വയോജനക്ഷേമം മുഖ്യ ലക്ഷ്യമായി രൂപീകരിച്ച ഈ സംഘടന 3 തലങ്ങളിലായി പ്രവർത്തിക്കുന്നു. അടിസ്ഥാന ഘടകമായ യൂണിറ്റ് തലത്തിൽ എല്ലാ മാസവും വയോജനങ്ങൾ ഒത്തുചേരുന്നു. അവരുടെ ഏകാന്തതയും അവഗണനാബോധവും ഒരു പരിധിവരെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനും അവരുടെ അറിവുകളും കഴിവുകളും സർഗവാസനകളും പ്രകടിപ്പിക്കാനുമുള്ള ഒരു വേദിയാണ് ഇത്. അടുത്തത് ജില്ലാതലമാണ്. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ സമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനും ജില്ലാ ഭരണാധികാരികൾക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ഈ തലത്തിൽ ശ്രമിക്കുകയാണ്. മാതൃപിതൃ വയോജന സംരക്ഷണ നിയമം അനുസരിച്ചുള്ള നടപടികളിൽ ജില്ലാ നേതൃത്വം സജീവമായ പങ്കുവഹിക്കുന്നു. സംസ്ഥാന തലത്തിൽ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ ഉന്നയിച്ച് പരിഹരിക്കാറുണ്ട്. വയോജന പെൻഷൻ, വയോമിത്രം പദ്ധതി, വയോജന നയങ്ങൾ, വയോജന കമ്മീഷൻ, ഇനി അടുത്ത് രൂപീകരിക്കുന്ന വയോജന വകുപ്പ് എന്നിവ പ്രാവർത്തികമാക്കുന്നതിൽ തീർച്ചയായും സംസ്ഥാന തലത്തിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നമ്മുടെ മുതിർന്ന തലമുറ ഒരു ഭാരമല്ല, മറിച്ച് നമ്മുടെ നാടിൻ്റെ അറിവിൻ്റെയും അനുഭവങ്ങളുടെയും വലിയൊരു സമ്പത്താണ്. അവർക്ക് തണലാകുക എന്നത് നമ്മുടെ കടമയാണ്. വയോജനങ്ങളെ ആദരിക്കുകയും അവർക്ക് സ്നേഹവും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്യാം. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.